എല്ലാവരെയും നിറയ്ക്കട്ടെ, ബലപ്പെടുത്തുക ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സർവശക്തനായ കർത്താവ് നിങ്ങൾ പാപത്തിൽ നിന്ന്, തിന്മകളിൽ നിന്ന്, അകൃത്യങ്ങളിൽ നിന്ന് വിടുതൽ നൽകി. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി പ്രപഞ്ചത്തിൽ നിവർത്തിക്കുവാൻ തക്കണം നിങ്ങളെ ശക്തീകരിക്കാൻ പോവുകയാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ മീറ്റിംഗിന്റെ ആരംഭത്തിൽ. അയ്യോ, ഈ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെ നടുവിൽ അങ്ങനെ ഒരു വിളി ഉണ്ടാകും. എത്രയോ പേര് ദൈവികമായ ശുശ്രൂഷ ചെയ്യുന്നവർ ഒരു മടുത്ത് അല്ലെങ്കിൽ അകത്തോട്ട് വലിഞ്ഞു മാറിയിരിക്കുമ്പോൾ എന്നെയൊക്കെ വിളിച്ച് വേർതിരിക്കാന്ന് പറഞ്ഞാൽ അത് ചുമ്മാ കേട്ടോണ്ടിരുന്നോ ചിലത് നടക്കുക തന്നെ. എന്നിൽ തെറ്റുണ്ട്, തിന്മകളുണ്ട്, പാപത്തിന്റെ കണ്ടനുണ്ട്. എന്നെ ദൈവത്തിന് ഇഷ്ടപ്പെടുവോ? യേശു അപ്പൊ വന്നത് പാപികളേക്ക് വിടുതൽ കൊടുക്കാനാണ്. രോഗികൾക്ക് സൗഖ്യം കൊടുക്കുവാൻ വൈദ്യൻ വന്നു എന്ന് വചനം പറയുമ്പോൾ വൈദ്യനായ യേശു അപ്പയുടെ സാന്നിധ്യം നിങ്ങളുടെ പാപം എന്ന രോഗത്തെ എന്നേക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തു മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഈ ദൈവം എന്ന് പറയുന്നത് വസ്തുതയാണ്, യഥാർത്ഥത്തിൽ ഉള്ളതാണ്. എത്രയോ ദൈവികമായ നിഷേധ തിയറികൾക്കകത്ത് ഞാൻ എന്തെല്ലാം കേട്ട് മനസ്സിലാക്കി. പക്ഷേ ഒരു എംപ്റ്റിനെസ്, ഒരു ശൂന്യത എനിക്ക് അനുഭവപ്പെടും. ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ തേടി വരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നിനക്ക് അനുഭവപ്പെടുന്ന ആ ശൂന്യത. ആ ശൂന്യത ദൈവ സാന്നിധ്യം മാറ്റപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഭൗതിക മണ്ഡലത്തിന്, ജ്ഞാനത്തിന്, ശാസ്ത്രീയ അറിവുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട്. കൃത്യമായൊരു ഡെഫിനിഷൻ, അല്ലെങ്കിൽ ഒരു വസ്തുതയെ സംബന്ധിച്ച് നിശ്ചിതമായൊരു ഡെഫിനിഷൻ നൽകുവാൻ കഴിയാത്ത ഹല്ലേലൂയ വസ്തുതകളല്ല നീ ആശ്രയം വെക്കേണ്ടത്. കാലങ്ങൾ മാറിയാലും, നിയമങ്ങൾ മാറിയാലും, ചട്ടങ്ങൾ മാറിയാലും ഹല്ലേലൂയ എഴുതപ്പെട്ട വസ്തുതകൾക്ക് മാറ്റം സംഭവിക്കത്തില്ലെന്ന് വിശുദ്ധ വചനം പറയുന്നു. തകർന്നു തരിപ്പണമായ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലോട്ട് ചിതറപ്പെട്ട ഇസ്രായേൽ ജനം ഒന്നിച്ചു, അവർ രാജ്യം ഫോം ചെയ്തു. വിശുദ്ധ ബൈബിളിലെ തിരുവെഴുത്തിന്റെ നിവർത്തീകരണം. ഹല്ലേലൂയ. ഈ ബൈബിളിലെ വസ്തുതകളുടെ നിവർത്തീകരണം എന്ന് പറഞ്ഞ് ഇവന്മാർ എന്നും ഓരോന്ന് പറയുന്നുണ്ടല്ലോ. ശരിക്കും വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. യുക്തിവാദ തിയറികളിലും നിരീശ്വരവാദ തിയറികളിലെയും സൈറ്റുകൾ നോക്കി പഠിക്കാതെ വിശുദ്ധ ബൈബിൾ നോക്കി ഈ ദൈവത്തെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നടത്തിയാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തെ നിനക്ക് അനുഭവിക്കാൻ കഴിയും. യുക്തിയുടെ ബോധം കൊണ്ട് തന്നെ നീ പരിശോധിക്കുക. ഹല്ലേലൂയ. ശാസ്ത്രീയ അറിവുകൾ അടിത്തറയിൽ തന്നെ നീ ഒന്ന് പരിശോധിച്ചു നോക്ക്. ഹല്ലേലൂയ. വ്യക്തമായ ശാസ്ത്രീയ അടിത്തറയിൽ, യുക്തിബോധത്തിൽ തന്നെ നീ പരിശോധിക്കുമ്പോൾ നിനക്ക് മനസ്സിലാക്കാൻ കഴിയും എഴുതപ്പെട്ടിരിക്കുന്ന വസ്തുതകളുടെ ഓരോന്നും നിവർത്തിക്കപ്പെട്ടത് എന്തൊക്കെയാണെന്നൊരു ബോധ്യം ഉണ്ടാകും. ഹല്ലേലൂയ. തകർന്ന് തരിപ്പണമായ യഹൂദൻ, എങ്ങനെ യഹൂദൻ ചിതറപ്പെട്ടു, അതിനും വിശുദ്ധ ബൈബിളിൽ വ്യക്തമായ ഒരു പ്രവചനമുണ്ട്. വിശുദ്ധ ബൈബിൾ വ്യക്തമായ ഒരു ചരിത്രമുണ്ട്. ഹല്ലേലൂയ. ചിതറപ്പെട്ട യഹൂദൻ എന്ത് ചെയ്തു? അവൻ ഒന്നിച്ചു, ഒരു രാജ്യം ഫോം ചെയ്യപ്പെട്ടു വിശുദ്ധ ബൈബിളിന്റെ തിരുവെഴുത്തിന്റെ അടിത്തറയിൽ. ഹല്ലേലൂയ. ആ കാലഘട്ടത്തിൽ, യഹൂദന്റെ കാലഘട്ടത്തിൽ രൂപം കൊണ്ട് അതിന് മുമ്പുണ്ടായതിന് പിൻപുണ്ടായ പല സംസ്കാരങ്ങളും ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഇല്ലാതായി മാറിയപ്പോൾ ഹല്ലേലൂയ ഇതിനെ വളർത്തുവാൻ അനുവദിക്കാതെ, ഇത് ഉയരുവാൻ സമ്മതിക്കാതെ ഉയർന്നു വന്ന സംവിധാനങ്ങൾ ഉൾപ്പെടെ ഹല്ലേലൂയ എന്നേക്കുമായി പ്രപഞ്ചത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടപ്പോഴും ഹല്ലേലൂയ യഹൂദൻ എന്ന ഇസ്രായേൽ എന്ന രാജ്യം ഫോം ചെയ്യപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ബൈബിളിന്റെ അടിത്തറയിൽ നിന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമിയ പാരമ്പര്യത്തിൽ, അബ്രഹാമിയ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്ന വിവിധ മതങ്ങൾ ഇന്ന് ഹല്ലേലൂയ ലോകത്തുണ്ട്. ഹല്ലേലൂയ. മതങ്ങളെ ഒന്നും പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിവിധ മതങ്ങളുടെ അടിത്തറ, ക്രൈസ്തവ മതം, യഹൂദ മതം, അങ്ങനെ വിവിധ മതങ്ങൾ ഹല്ലേലൂയ അബ്രഹാമിയ പാരമ്പര്യത്തിന് അടിസ്ഥാനമാക്കി ചരിക്കുന്നവരാണ്. ഹല്ലേലൂയ. ഈ വിശുദ്ധ ബൈബിളിലെ തിരുവെഴുത്തുകളുടെ വസ്തുത, ഞാൻ നിന്നെ ഹല്ലേലൂയ ഇന്ന വിഭാഗത്തിന്റെ പിതാവാക്കി മാറ്റുമെന്നല്ല, ബഹുജാതികളുടെ പിതാവാക്കി ഞാൻ നിന്നെ മാറ്റുക തന്നെ ചെയ്യും. ആ പ്രവചനത്തിന്റെ നിവർത്തീകരണം വിശുദ്ധ ബൈബിളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. അബ്രഹാമിക പാരമ്പര്യത്തെ അടിസ്ഥാനമാക്കി ചിന്തിക്കുന്ന വിവിധ മതങ്ങളും ചിന്തകളും വളർന്നു വരുന്നു. ഹല്ലേലൂയ. ഇന്ന് ലോകം ഹല്ലേലൂയ ഒറ്റ ഗവൺമെന്റ്, ഒറ്റ ഭരണകൂടം, ഒറ്റ രാഷ്ട്രം എന്നുള്ള ചിന്തയിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്ന എന്ത്? ഹല്ലേലൂയ ഈ വിശുദ്ധ വചനത്തിന്റെ തിരുവെഴുത്തുകളുടെ നിവർത്തീകരണം. ഹല്ലേലൂയ. ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്ത ഹല്ലേലൂയ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ലോകത്ത് ആഞ്ഞടിക്കും. മരണത്തിന്റെ ശക്തിയെ തടഞ്ഞു നിർത്തുവാൻ ശാസ്ത്രബോധങ്ങൾക്ക്, ശാസ്ത്രീയ അറിവുകൾക്ക് പറ്റാതെ വരുമെന്ന് വിശുദ്ധ ബൈബിളിലെ തിരുവെഴുത്തുകളിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകാശ വിധാനങ്ങൾ ചുരുൾ പോലെ മാറ്റപ്പെടുന്ന ഒരു ദിവസം വരും. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിലെ തിരുവെഴുത്തിന്റെ നിവർത്തീകരണം. ഹല്ലേലൂയ. നമുക്ക് സഹിച്ചുകൂടാൻ പറ്റാത്ത, നമുക്ക് ഹല്ലേലൂയ ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഹല്ലേലൂയ പല വസ്തുതകളും ഈ പ്രപഞ്ചത്തിലേക്ക് എത്തപ്പെടും.
വിശുദ്ധ വചനത്തിന്റെ നിവർത്തീകരണം. ഹല്ലേലൂയ. ഇനിയും നടക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു വസ്തുത ഞാൻ പറയുകയാണ്. പിശാചിന്റെ വാഴ്ചയും പിശാചിന്റെ അധികാരത്തെ പറ്റിയൊന്നുമല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്റെ നാഥൻ വരുവാൻ സമയമെടുത്തിരിക്കുന്നു. അവൻ വാനമേഘങ്ങളിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. അവനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കി ചിറകടിച്ച് ഉയരുക തന്നെ ചെയ്യും. അങ്ങനെ ഉയരുവാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സകലമേലും ദൈവ കൃപയുടെ മഴ പെയ്തിറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ദൈവനിഷേധിയായ ദൈവവിശ്വാസത്തിന് വിരോധമായി പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചിന്തിക്കുകയും മറ്റുള്ളവരെ ചിന്തിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഹല്ലേലൂയ ജീവനോട് ഇരിക്കത്തില്ലെന്ന് വിധികൽപ്പിച്ച എന്റെ മകനുമായി ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട 3 കുഞ്ഞുങ്ങളുടെ പിതാവായി ഹല്ലേലൂയ ആ ഒരു കുടുംബസ്ഥനായി ഒക്കെ ഇരിപ്പാൻ, ഒരു സഭയുടെ പാസ്റ്ററായി ഇരിപ്പാൻ ഒക്കെ ദൈവം എന്നെ പ്രാപ്തി നൽകി. ദൈവനിഷേധിയായ എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവം ഹല്ലേലൂയ പാപത്തിന്റെ ചൊല്ലിക്കൊണ്ടി കിടക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് അയ്യോ ഭാവിയാണേ തിന്മയിൽ ഞാൻ കുരുങ്ങിപ്പോയാൽ, ദൈവത്തെ അറിഞ്ഞിട്ട് ഞാൻ തെറ്റിപ്പോയേ, ഇനി എനിക്ക് വീണ്ടെടുപ്പുണ്ടാകത്തില്ലെന്ന് ഓർത്ത് ആരെങ്കിലും പേടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ഇന്നീ വചനം നിന്നെ ശക്തീകരിക്കട്ടെ, ഇന്നീ വചനം നിന്നെ ശുദ്ധീകരിക്കട്ടെ. വിശുദ്ധ വചനം മുന്നോട്ട് വെക്കുന്ന 1-2 വസ്തുത: 1 ഹോളിനെസ്, വിശുദ്ധി, ഹല്ലേലൂയ; 2 ഫ്രീഡം, സ്വാതന്ത്ര്യം; 3 ഹല്ലേലൂയ സമാധാനം, ഹല്ലേലൂയ. ദൈവത്തെ ഹല്ലേലൂയ ഒരുവൻ എത്ര പ്രവർത്തിച്ചും എത്ര പ്രയത്നിച്ചും ഹല്ലേലൂയ വിശുദ്ധനായി ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ലെന്ന് തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ചെയ്യുന്ന ഒരു കർമ്മവും നീ ചെയ്യുന്ന ഒരു കർമ്മമാർഗങ്ങളും ദൈവത്തിന്റെ പ്രസാദം നിന്റെ മേൽ ഇറങ്ങുന്നതിന് കാരണമായി മാറത്തില്ല. കർമ്മമാർഗം മാറിപ്പോയി. നീ ആയിരിക്കുന്ന കൃപയുടെ യുഗത്തിന് അധീനതയിലാണ്. സകലർക്കും ഒരുപോലെ രക്ഷാകരമായ കൃപയുടെ സാന്നിധ്യം വെളിപ്പെടുക തന്നെ ചെയ്യും. ക്രിസ്തുവിൽ ഒരുവനാകുമ്പോൾ, യേശു ക്രിസ്തുവിൽ ആശ്രയം വെക്കുമ്പോൾ അവന്റെ വിശുദ്ധി നിന്നെ നീതീകരിക്കും. രാമ്യം പറഞ്ഞാൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം തന്നെ രാമ്യം പറഞ്ഞാൽ ഹല്ലേലൂയ. നീ ഏതെങ്കിലും തരത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഏതെങ്കിലും രോഗത്താൽ, പ്രശ്നങ്ങളാൽ, പ്രതികൂലങ്ങളാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി സംഘടന സംവിധാനങ്ങളുടെ ഒക്കെ ഹല്ലേലൂയ ബൗണ്ടേജിന്റെ അതിന്റെ ബന്ധനത്തിന്റെ അത് ബൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അത് ബന്ധിച്ച് ചുരുട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ പിടയുകയാണെങ്കിൽ അത് എങ്ങനെ ഞാൻ പുറത്തു കിടക്കുമെന്നൊക്കെ ഭാരത്തിലായിരിക്കുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ആ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ നിന്നെ കെട്ടിവെച്ചിരിക്കുന്ന സകല കെട്ടുകളും ഇപ്പോൾ തന്നെ പൊട്ടിമാറട്ടെ എന്ന് എന്റെ അപ്പയുടെ ആത്മാവിൽ നിന്നുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ജനം ഫ്രീ ആവട്ടെ എന്ന് അപ്പയുടെ ആത്മാവിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദുഷ്ടന്റെ ശക്തിയെ കെടുത്തിക്കളയുന്ന കൃപയുടെ വ്യാപാരം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. രക്ഷപ്പെടാൻ ആഗ്രഹിച്ചു വിശ്വാസത്തിൽ കടന്നു വന്നു ദൈവസന്നിധിയിൽ ഹല്ലേലൂയ അർപ്പിച്ചു മുന്നോട്ട് ജീവിതം നയിച്ചിട്ടും അല്ലെങ്കിൽ ദൈവമേ ദൈവമാരെ എന്നൊക്കെ ബോധ്യത്തിൽ വിളിക്കാനും പ്രാർത്ഥിപ്പാനുള്ള കൃപ ലഭിച്ചു. എന്നിട്ടും സമാധാനത്തിന്റെ ശക്തി വാഴുന്നില്ല എങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് എപ്പോഴും അസ്വാരസ്യങ്ങളുടെ അനുഭവമാണ് വാഴുന്നതെങ്കിൽ 2020 നീ കണ്ട ദുഃഖങ്ങളുടെയും പ്രശ്നങ്ങളുടെയും വിഷയങ്ങൾക്കും ഒരു മറുപടി ഉണ്ടാകാൻ പോവുകയാണ്. ഹല്ലേലൂയ. നീ 21 കടക്കുന്നത് സന്തോഷത്തിന്റെയും നന്മയുടെയും അവസ്ഥയിലൂടെ ആയിരിക്കുമെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുകയാണ്. ഇത് ലോകത്തിന്റെ മോഹങ്ങളിൽ ജീവിക്കുന്നവരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. യേശുവേ എന്നിലേക്ക് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നവരെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. ആരപ്രകാരം പ്രാർത്ഥിക്കുന്നു അവരുടെ അവന്റെ തങ്ക രക്തത്തിന്റെ ശക്തി ഇറങ്ങുക തന്നെ ചെയ്യും. ശുദ്ധീകരിക്കുന്ന, വിടുതൽ നൽകുന്ന, ഹല്ലേലൂയ ഹല്ലേലൂയ നിന്നെ ബലപ്പെടുത്തുന്ന ആ രക്തത്തിന്റെ ശക്തി ഇറങ്ങുക തന്നെ ചെയ്യും. 1 കൊരിന്ത്യൻസ് 1-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യൻസ് 1-2-3 വാക്യങ്ങൾ വായിച്ചാട്ടാണ്. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചുപേക്ഷിക്കുന്ന ഏവരും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് തന്നെ എഴുതുന്നത്. ഈ ലേഖനം എഴുതുന്നതിന്റെ അടിത്തറയാ പറയുന്നത്. അപ്പൊ വിശുദ്ധീകരണം നടക്കുന്നത് ക്രിസ്തുയേശുവിലാണ്. ആ ഫസ്റ്റ് വേർഡ് തന്നെ എടുത്തു നോക്കിയാൽ അതിനെ വർഗീകരിക്കാൻ ആഗ്രഹിക്കുക. വിശുദ്ധീകരണം സാധ്യമാകുന്നത് ക്രിസ്തുയേശുവിൽ. ഹല്ലേലൂയ. ഒരിക്കലൂടെ ഞാൻ പറഞ്ഞു, നിന്റെ കർമ്മമാർഗങ്ങളല്ല നിന്റെ വിശുദ്ധിയുടെ അടിത്തറ. നിന്റെ വിശുദ്ധിയുടെ അടിത്തറ ക്രിസ്തുയേശുവാണ്. ക്രിസ്തുയേശുവിൽ നീ നിറഞ്ഞാൽ നീ പോലും അറിയാതെ നിന്റെ ജീവിതത്തെ അശുദ്ധികൾ നിന്നെ വിട്ട് മാറുക തന്നെ. ക്രിസ്തുയേശുവിനെ നീ ബലപ്പെട്ടാൽ നിന്നോട് അടുക്കാൻ പറ്റാത്ത രീതിയിൽ ഹല്ലേലൂയ നാളെ വരെ നിന്നെ ബന്ധിച്ചു വെച്ച സകല ശക്തികളും നിന്നെ അകന്നു മാറും.
അവിടെയും ഇവിടെയും ദൂരത്തും ചാരത്തും ഏത് ദേശത്തുമായിരുന്നോണ്ട് ഇവർക്ക് എല്ലാവർക്കും കൂടെ പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏത് ദേശവാസി ആയിക്കോട്ടെ, ഏത് സ്ഥലവാസി ആയിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ദൈവകൃപയുടെ വ്യാപാരം ഇറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വായിച്ചാട്ട് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഒരു ആശീർവാദമാണ് ആരംഭത്തിൽ തന്നെ നടത്തുക. എന്റെ പിതാവിൽ നിന്ന്, സർവശക്തനായ പിതാവായ ദൈവത്തിൽ നിന്ന്, യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. സമാധാനത്തിൽ അല്ലിയ എന്നും അസ്വസ്ഥത, എന്നും പ്രശ്നങ്ങൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ വിഷയങ്ങൾ, ഹല്ലേലൂയ, ഭവനത്തിനകത്തെ ഹല്ലേലൂയ ബഹളം, കലഹം, ഹല്ലേലൂയ ജോലി സംബന്ധമായ വിഷയങ്ങൾ, ഇതിനൊക്കെ ചൊല്ലി ഭാരപ്പെടുന്ന വ്യക്തിയെ കൃപയും സമാധാനം കൊണ്ട് നിറയട്ടെ. നിന്റെ ഹൃദയത്തിലെ സകല ഹല്ലേലൂയ ടെൻഷനും വിട്ടുമാറട്ടെ. ദൈവം അറിയാം നിന്റെ ജീവിതത്തിൽ ഒരു ദോഷവും സംഭവിക്കത്തില്ല. അവൻ ദോഷങ്ങളാൽ നിന്നെ പരീക്ഷിക്കുന്നവൻ അല്ലേ അല്ല. സ്തോത്രം സ്തോത്രം. 3-ാം വാക്യം കംപ്ലീറ്റ് ആയോ? 10-ാം വാക്യം ഒന്ന് വായിച്ചാൽ. എന്റെ 10-ാം വാക്യം. സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കെ വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കും. ഒരു പ്രബോധനം കൊടുക്കുകയാണ് അപ്പോസ്തലനായ പൗലോസ്. നിങ്ങൾ എങ്ങനെ ആയിരിക്കണം? ഒന്ന് തന്നെ സംസാരിക്കും. ഒരു ഭവനത്തിലായിക്കോട്ടെ, ഒരു സഭയിലായിക്കോട്ടെ, ഒരൊറ്റ സംസാരമേ ആകാവൂ, ഒരൊറ്റ നിലപാടേ ആകാവൂ. പല നിലപാടുകളും, പല ആശയങ്ങളും, പല ചിന്തകളും അത് നിറയരുത്. ഒരു വള്ളം, ഒരു ദിശ ജയിക്കാൻ നിൽക്കുന്ന വള്ളം, മുന്നോട്ട് പോകുന്ന ചലിക്കുന്ന വള്ളം ഒരു ദിശയിലോട്ട് എന്ത് ചെയ്യും? തുഴയും. അല്ലെങ്കിൽ ഹല്ലേലൂയ മുന്നോട്ട് കുതിക്കുന്നവർ ഒരേ ദിശയിൽ എന്ത് ചെയ്യും? ഒരുപോലെ ചലിക്കും. ഗ്രൂപ്പായിട്ടുള്ളൊരു വർക്ക് നടക്കും. വള്ളത്തിലിരുന്ന് കുറച്ചുപേര് പടിഞ്ഞാട്ട്, കുറച്ചുപേര് കിഴക്കോട്ട് വിടുന്ന് തുഴഞ്ഞുകൊണ്ടിരുന്നാൽ ആ വള്ളം മുന്നോട്ട് പോകത്തില്ല. അതിന് ക്രമീകൃതമായ ഒരു രീതിയുണ്ട്. ഒരു സഭ ക്രമീകൃതമായ രീതിയിൽ ചലിക്കണം. ഒരു കുടുംബം ക്രമീകൃതമായ രീതിയിൽ ചലിക്കണം. ഭിന്നതയുടെ ആത്മാവ് ഇന്നത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ നിന്ന്, അവരുടെ അവസ്ഥകളിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം ഭിന്നത വരുത്തുന്നവനല്ല, ദൈവം അസ്വസ്ഥത ഉണ്ടാക്കുന്നവനല്ല. അപ്പൊ അസ്വസ്ഥതയും ഭിന്നതയുടെ ആത്മാവ് എന്നേക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, വ്യക്തിപരമായ അവസ്ഥയിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. 18-ാമത്തെ വാക്യം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ദോഷത്വവും രക്ഷിക്കപ്പെടുന്ന കേട്ടോ. ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴും ഇത് മണ്ടത്തരം എന്ന് തോന്നുന്ന ആൾക്കായിരിക്കും. നശിച്ചു പോകുന്നവർ, എനിക്കൊരു വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് രക്ഷയായി വരണമെങ്കിൽ ബാക്കി വായിച്ചാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാകുന്നു. ദൈവശക്തി എന്ന് പറയാൻ അതിന് മുന്നിൽ വേറൊരു ശക്തിക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. ആമേൻ പറഞ്ഞാൽ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ രോഗബന്ധനങ്ങൾക്കോ ലോകാധിപതിയുടെ ശക്തികൾക്കോ അത് നിന്റെ മേൽ ജയമെടുക്കാൻ കഴിയത്തില്ലെന്ന് എന്നോടൊപ്പം ആര് പ്രഖ്യാപിക്കുന്നു? ഒന്ന് വാർന്ന് പറഞ്ഞിട്ട് വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ലോകശക്തികൾക്കോ ലോകത്തിന്റെ ഒരു ശക്തികൾക്കോ എന്റെ മേൽ ജയമെടുക്കാൻ കഴിയത്തില്ലെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുകയാണ്. എന്നോടൊപ്പം മധുരം തുറന്ന് ഇപ്രകാരം ഏറ്റുപറഞ്ഞവരുടെ ജീവിതത്തിൽ നിന്നെ കെട്ടിവെച്ച ബന്ധനങ്ങൾ ഇപ്പോൾ തന്നെ അഴിയുന്നത് നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും. ചലിക്കാത്ത അവയവങ്ങൾ ചലിക്കട്ടെ. മരങ്ങൾ കരിയട്ടെ, മരങ്ങൾ ചൊങ്ങിമാറട്ടെ. നന്ദി പരിശുദ്ധനെ. യഥാർത്ഥ വാക്യം അവിടെ ഇപ്പൊ വായിച്ചത് 18 വായിച്ചു, 19 വായിച്ചാണ്. ഇതൊക്കെ ജ്ഞാനികൾക്ക് ബോധപ്പെടുന്ന ഒരു വസ്തുത ഏതാ? ലോകപരമായ ജ്ഞാനികളെന്ന് താർക്കികന്മാരും ബുദ്ധി കൊണ്ട് വസ്തുക്കളെ അളക്കുന്ന ഹല്ലേലൂയ ജ്ഞാനികൾക്കിടെ അവർക്ക് പിടികിട്ടുന്നാൽ അവരുടെ ജ്ഞാനത്തെ ദൈവം നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ
ബുദ്ധിയെ ദുർബലമാക്കുകയും ചെയ്യും. നിന്റെ ബുദ്ധി കൊണ്ട്, ജ്ഞാനം കൊണ്ട് ദൈവത്തിന്റെ മർമ്മങ്ങളെ, ദൈവത്തിന്റെ അറിവുകളെ, ദൈവത്തിന്റെ പ്രവൃത്തികളെ നീ അളക്കാൻ നിൽക്കരുതേ. വചനം പറയുന്നു, നിന്റെ ബുദ്ധിയെ, ജ്ഞാനത്തെ നശിപ്പിച്ചു കളയുന്ന ദൈവശക്തിയുടെ വ്യാപാരം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. എത്രാമത്തെ വാക്യം വായിച്ചത്? 20-21 വേഗം വായിച്ചാട്ടെ. എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ, ജ്ഞാനി എവിടെ, ജ്ഞാനി എവിടെ, ശാസ്ത്രി എവിടെ, ശാസ്ത്രി എവിടെ, ഈ ലോകത്തിന്റെ താർക്കികൻ എവിടെ, ലോകത്തിന്റെ താർക്കികൻ എവിടെ? ലോകത്തിന്റെ ജ്ഞാനം, ലോകത്തിന്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കിയിരിക്കുന്നു. രാമി പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ, ലോകജ്ഞാനത്താൽ ദൈവത്തെ അറിയായതുകൊണ്ട്, ഈ ദൈവജ്ഞാനം ലഭിക്കണമെങ്കിൽ, അത് അറിയണമെങ്കിൽ ലോകപ്രകാരമുള്ള ജ്ഞാനത്തിൽ നിന്ന് അളവുകൾ കൊണ്ട് അളക്കുന്നവന് ഇത് കിട്ടത്തില്ല. ദൈവത്തിന്റെ ജ്ഞാനം ലഭിക്കണമെങ്കിൽ, ഹല്ലേലൂയ, എന്റെ ദൈവമേ എന്നിലേക്ക് ഒന്ന് ഇറങ്ങി വരണേ എന്നൊരു പ്രാർത്ഥന ഉയരുന്നവന്റെ ജീവിതത്തിൽ ആ ജ്ഞാനം വെളിപ്പെടും. വായിച്ചാട്ടോ. ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായതുകൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ പോഷത്വം. കേട്ടോ, ഈ പ്രസംഗം കേൾക്കുന്നവർക്ക് ഒരു മണ്ടത്തരം, വേറെ സമയം ചെലവഴിക്കാൻ വേറെ പണിയൊന്നുമില്ല, ചുമ്മാ അതും പറയും, ഒരു പോഷത്വം പറയുന്നു. പ്രസംഗത്തിന്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അയ്യോ, എന്തോ മണ്ടത്തരമാണ്, നീനക്കിത് മണ്ടത്തരമായിട്ട് തോന്നും കേട്ടോ. പക്ഷെ ഇത് മുഖാന്തരം വിടുതൽ പ്രാപിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആമീൻ പറഞ്ഞാട്ടെ. എന്തോ പോഷത്വം, എന്തോ വിട്ടിത്തരോ എന്ന് പ്രസംഗിക്കുന്നത്. പിന്നെ അതറിയാമോ, ഇതറിയാമോ, അത് പഠിച്ചിട്ടുണ്ടോ, ഇത് പഠിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. എന്നാൽ ഇത് കേട്ട് ഒരുപാട് പേർക്ക് വിടുതലുണ്ടാകുന്ന വചനം പറയുന്നത് കേട്ടോ. എത്രാമത്തെ വാക്യം വായിച്ചേ? 21 വായിച്ചാണ്. 27-ാം വാക്യം, 27, 28 വായിക്കണം. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ, കേട്ടോ, ഈ ജ്ഞാനികളെ, ഈ അറിവുള്ളവരെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ തെരഞ്ഞെടുക്കും. ദൈവം ചില തെരഞ്ഞെടുപ്പ് നടത്തി. ചില പറയത്തില്ലേ, അവിടെ ഇവിടെ നിങ്ങളുടെ മണ്ടനെയും, എന്റെ പക്ഷെ പറഞ്ഞ അണ്ടനെയും ആണവോടനെയും എല്ലാം പിടിച്ചെന്ത് ചെയ്തേക്കുക. അങ്ങ് ഇറങ്ങിയിട്ട് എല്ലാവരും ഇത് കേട്ടിട്ട് അസ്വസ്ഥത ഉണ്ടാകുന്നവരാരാ? ഈ ഇറങ്ങിയത് കണ്ടിട്ട് അസ്വസ്ഥതപ്പെടുന്നത് ആരാ? ഞങ്ങളെ ആകാവും ചിന്തിക്കുന്നവരാ, അല്ലേ? അങ്ങനെ ഇങ്ങനൊന്നും ഇനി ഒരുത്തരും സ്തോത്രം ദൈവരാജ്യം പണിയാൻ ആഗ്രഹിക്കുന്നവരല്ല, തങ്ങളുടെ രാജ്യം പണിയാൻ, ഈ നാമം നിമിത്തം തങ്ങളുടെ രാജ്യം പണിയാൻ ആഗ്രഹിക്കുന്നവരാണ്. ഹല്ലേലൂയ. ഈ നാമത്തിന്റെ ഉയർച്ചയ്ക്ക്, ഈ നാമത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പുതിയ പുതിയ വ്യക്തികൾ ഇറങ്ങുമ്പോൾ ഈ ദൈവസഭയുടെ അടിസ്ഥാനത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. ആത്മമണ്ഡലത്തിൽ നിന്ന് ജീവിക്കുന്ന യുക്തിവാദികളിൽ ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത്. ആത്മമണ്ഡലത്തിൽ നിൽക്കുന്നവർ തന്നെ ഹല്ലേലൂയ പുതിയ പുതിയ വ്യക്തികൾ എഴുന്നേൽക്കുന്നത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. അവരുടെ ഈ വലിയ സ്കോളേഴ്സിന്റെ, പണ്ഡിതന്മാരുടെ അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്? സൂത്രം പുതിയ പുതിയ ഓരോന്ന് എഴുന്നേൽക്കും, അണ്ടനും അടവോടനും എല്ലാം അങ്ങ് അപ്പൊ തന്നെ ഓർത്തോ, ഇവന്റെ മേൽ എന്തില്ല? ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യമില്ല. യേശു ക്രിസ്തുവിലാകുന്നവരെ യഹൂദനെന്നില്ല, യവനെന്നില്ല, ശകനെന്നില്ല, ദാസനെന്നില്ല, ജാതി വർഗ ലിംഗ വ്യത്യാസങ്ങൾ എവിടില്ല? യേശു ക്രിസ്തുവിലില്ല. ഹല്ലേലൂയ. ഇപ്പോഴും ആ വ്യത്യാസങ്ങളും വേർകൃത്യങ്ങളും നിന്റെ ഹൃദയത്തിൽ നീ താലോലിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നീ ക്രിസ്തുവിനെ അനുഭവിച്ചിട്ടില്ല. ഞങ്ങൾ ഇന്ന കുടുംബത്തിലെ ഇന്ന മതിലിന്റെ മണ്ടക്ക് ഇന്ന ഇതിന്റെ മേളില് ഓടാ മണ്ട, നിന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയിട്ടേ ഇല്ല. ദൈവത്തിന്റെ കൃപ ഇറങ്ങിയവൻ പറയും, ക്രിസ്തുവിൽ എല്ലാവരും ഒന്നത്രേ. പറഞ്ഞാട്ടെ. ഇത് പറയാനാണ് ദൈവം പോഷത്വമായി ഞങ്ങൾക്ക് എഴുന്നേൽപ്പിക്കുന്നത്. ദൈവനിഷ്ഠികളായിട്ട് ജീവിച്ചവരെയും വിവിധ കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജീവിച്ചവരെയും ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് സമൂഹം പ്രശ്നകൽപ്പിച്ച് മാറ്റി നിർത്തിയവരെയും ഒക്കെ ദൈവം ഈ നാളുകളിൽ ശക്തിയോടെ ദൈവനാമത്തിൽ എഴുന്നേൽപ്പിക്കുന്നതിന്റെ പിന്നിലെ ലക്ഷ്യം ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ. എന്താ? ഈ അറിവുള്ള സ്കോളേഴ്സിനെ, പണ്ഡിതന്മാരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം. ഈ സിസ്റ്റമാറ്റിക് എന്തിനാ ഇറക്കുന്നത്? നിന്റെ സ്ഥാപനം വളർത്താനല്ലേ, നിന്റെ സംവിധാനങ്ങളെ അതിലേക്ക് സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കിയെടുക്കാനല്ലേ ഈ സിസ്റ്റമാറ്റിക് ഒക്കെ നീ പറയുന്നത്. കാലിൽ വീണ് കിടന്ന ഒരു സ്ത്രീക്ക് ദൈവം വിടുതൽ കൊടുത്തു. അവൻ ഒരുപാട് തിയറി ഒന്നും പറഞ്ഞില്ല, വാസ്തുവിൽ അവൾ ആ പ്രവൃത്തി ചെയ്തപ്പോൾ തന്നെ അവർക്ക് വിടുതലുണ്ടായി. എന്നോട് കരുണയുണ്ടാകണമേ. അവനോട് ഒരു അരമണിക്കൂർ ഞാൻ പ്രസംഗിക്കട്ടെ, പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് വിടുതൽ തരാമെന്നല്ല പറഞ്ഞത്, സൗഖ്യമാകുന്നത് ആത്മാവിന്റെ സാന്നിധ്യം
ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരെ ചിലത് ചെയ്തെടുക്കാൻ പോവുകയാണ്. ദൈവം ഭോഷത്വമായി തിരഞ്ഞെടുത്തു. വായിച്ചാട്ടെ. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഞാൻ പ്രിയ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരന്റെ കാര്യം, പല വ്യക്തികളുടെ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. മദ്യപിച്ച് ഹല്ലേലൂയ വളരെ ദുസ്വഭാവങ്ങളിൽ, തെറ്റിൽ, ക്രിമിനൽ സ്വഭാവങ്ങളൊക്കെ ജീവിച്ച പലരും, ദൈവത്തെ അറിഞ്ഞിട്ട് പോലും അതൊക്കെ തള്ളിക്കളഞ്ഞു പോയ പലരും ഇന്ന് ദൈവസന്നിധിയിൽ ഉറപ്പോടെ ബലത്തോടെ നിൽക്കുമ്പോൾ അതേ കഴിഞ്ഞ വസ്തുത എന്താണെന്നറിയാമോ? ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ബലഹീനമായതിനെ ചെയ്തു. രാമേൻ പറഞ്ഞാണ്. ശക്തമായ കർത്താവിനെ സ്തുതിച്ചാൽ ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കേട്ടോ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ വർഷത്തിന്റെ അവസാനത്തെ ദിവസം അപ്പയുടെ സന്നിധി, അല്ലെങ്കിൽ അവസാനത്തെ വിശുദ്ധ ദിവസം അപ്പയുടെ സന്നിധി, ഇത് വിശുദ്ധ അവസാനത്തെ ദിവസം നമ്മൾ തർക്കിക്കാൻ വരല്ലേ? നിങ്ങൾ എന്ത് ദിവസമാണോ ആ ദിവസം എന്ന് കൂടി ഇത് കേട്ടോണ്ടിരിക്കും. ഇത് ചിലപ്പം ഒരാഴ്ച കഴിഞ്ഞായിരിക്കാം കേൾക്കുന്നത്. ചിലപ്പോൾ ചിലർ നിങ്ങൾ കേൾക്കുന്ന ഈ നിമിഷം ശ്രദ്ധ വെച്ചിട്ട് കേൾക്കും. എന്താണെന്നറിയാവോ? ദൈവം ലോകത്തിൽ കുലഹീനവും എന്ന് പറയാൻ പേരിന്റെ കൂടെ വാലിടാനൊന്നും ഇല്ലാത്ത, വലിയ വകുപ്പുകൾ പറയാനില്ലാത്ത ചിലരെ കുലഹീനവും നികൃഷ്ടവുമായതും കേട്ടോ. കുലഹീനം മാത്രമല്ല, അയ്യേ ഇവനൊക്കെ ദൈവനാമത്തെ ഇറങ്ങിയിരിക്കുന്ന ഇവനൊക്കെയോ എന്ന് പറയുന്ന ആ ലെവലിലുള്ളവരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ഏതുമില്ലാത്തതിനെ കേട്ടോ, കുലഹീനമായതിനെ, നികൃഷ്ടമായതിനെ, ഏതുമില്ലാത്തതിനെ ദൈവം തിരഞ്ഞെടുത്തു. എന്താണ് വിളി? ആ വിളി ഒന്ന് അറിയണം. ഇന്നിടത്തെ ഇന്നാറുടെ ഇന്ന മകനായി എന്നെ, ഞാൻ ഇത്ര പത്രാസിലിരുന്ന എന്നെ, ഓടാ മണ്ടച്ചാരി, നിന്റെ പത്രാസും പ്രതാപവും കണ്ട ദൈവം നിന്നെ വിളിച്ചത് നീ ചിന്തിക്കുന്നെങ്കിൽ അയ്യോ, നിന്നെ പോലെ അരിഷ്ട മനുഷ്യൻ വേറെയില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ ഒരുപാട് അറിവും കഴിവും പ്രാപ്തിയും ഒക്കെ നേടി. എന്നെ സംബന്ധിച്ച് പഴയ നിയമത്തിന്റെ തോറയെ സംബന്ധിച്ച് ആധികാരികമായി പറയുവാൻ എനിക്ക് പലതുമുണ്ട്. പക്ഷേ യേശു ക്രിസ്തു നിമിത്തം എന്റെ അറിവുകളെല്ലാം ഞാൻ ചവറന്നു എണ്ണുകയാണ്. അതുകൊണ്ട് നിന്റെ പത്രാസും പ്രതാപത്തിൽ ഇരിക്കുമ്പോൾ ഒന്നും വകുപ്പുകൾ പറയില്ലാത്ത ഒരുപാടുള്ളത്തെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. കുലഹീനമായ, നികൃഷ്ടമായ, ഏതുമില്ലാത്തതിനെ ദൈവം തിരഞ്ഞെടുത്തു. വാക്യം വായിച്ചത് എത്രാമത്തെ വാക്യം വായിക്കുന്നത്? അവിടുന്ന് വായിച്ചു. ദൈവസന്നിധിയിൽ ഒരു ജഡവും എന്തിനെങ്കിലും തിരഞ്ഞെടുപ്പെടുന്നത്? ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന്. അവിടുന്നാണ് നമുക്ക് ഈ പാട്ട് വരുന്നത്. നിന്നതല്ല ഞാൻ യേശുവിനെ നേടിയതല്ല, യേശുവെല്ലാം തന്നതല്ലേ. ഹല്ലേലൂയ. പാടുന്ന പാട്ടൊക്കെ നല്ല ചൂടി നമുക്കൊക്കെ പാടാനറിയാം. പക്ഷെ ഇതിന്റെ അർത്ഥമൊക്കെ നിറഞ്ഞ് പാടണം അല്ലേ? നിന്നതല്ല ഞാൻ, എന്നെ യേശു നിർത്തിയിരിക്കുക. ഇത് പറയുമ്പോ പിന്നെ വേറെ പലതോടും കയറി പറയരുത്. നിർത്തിയത് ദൈവമാണ്, നിർത്തിയത് സർവശക്തനായ ദൈവമാണ്. പുകഴാനൊന്നുമില്ലേ? വീണു പോകാവുന്ന, തകർന്നു പോകാവുന്ന സാഹചര്യങ്ങളിൽ എന്നെ ഇതുവരെയും കൈക്ക് പിടിച്ച് നടത്തിയത് എന്റെ അപ്പയാ. ഒന്നുമില്ല പുകഴുവാൻ, ഒന്നുമില്ല പ്രശംസിപ്പാൻ, ഒന്നുമില്ലെന്ന് നിന്നെ മുന്നിൽ പലതവണ ബോധ്യപ്പെടുത്തി തന്നിട്ട് പിന്നെ നീ അതിലും ഇതിലും കയറി പിടിക്കരുതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കോമളയ്ക്ക് സമമത്രേ മനുഷ്യന്റെ ആയുസ്. എന്നാൽ ആ ഉള്ളം കയറി അവരെന്ത് ചെയ്തു? നമ്മളെ വാഹിക്കുന്നു. ആമേൻ പറഞ്ഞാൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. കർത്തൃസന്നിധി നമുക്ക് ലഭ്യമാകുന്നത് എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യം, വിശുദ്ധി, സമാധാനം. എല്ലാം കണ്ണു മടയട്ടെ. എന്നാൽ സ്വാതന്ത്ര്യവും സമാധാനവും വിശുദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഉള്ളതിനെ ലജ്ജിപ്പിക്കേണ്ടതിന്, നികൃഷ്ടമായതിനെ, മോശപ്പെട്ടതിനെ, കുലഹീനമായതിനെ, ജ്ഞാനമില്ലാത്തതിനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. വചനം നിന്റെ മേലൊരു വിളി ഉണ്ടാകുക. സകലരും തള്ളപ്പെട്ട് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട അവസ്ഥയിലാണോ നീ? നിന്റെ ജീവിതത്തിൽ ശക്തമായ ചിലത് നടക്കട്ടെ. മറുപടി വെളിപ്പെടുന്നതിനെ ഓർത്ത് സ്തോത്രം. ഹല്ലേലൂയ.
പ്രാർത്ഥന സ്വർഗം സ്വീകരിച്ചതിനെ ഓർത്ത് സ്തോത്രം. സൗഖ്യം കൽപ്പിച്ചതിനെ ഓർത്ത് സ്തോത്രം. യേശു അപ്പയുടെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ലാസ്റ്റ് ടൈം മിനിസ്ട്രിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ പറയുവാൻ ഞാൻ വളരെയധികം താല്പര്യപ്പെടുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ശക്തി. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ.